CRPC സെക്ഷൻ 167 24 മണിക്കൂറിൽ കൂടുതൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമം. CRPC സെക്ഷൻ 167 പറയുന്നത് എന്താണ്? 24 മണിക്കൂറിൽ കൂടുതൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമം. പോലീസ് ഒരു വ്യക്തിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുകയും കേസന്വേഷണം സെക്ഷൻ 57 പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 24 മണിക്കൂറിനകം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയും ആ വ്യക്തിക്കെതിരായുള്ള ആരോപണത്തിന് അടിസ്ഥാനമായ തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുകയും ചെയ്താൽ തുടരന്വേഷണത്തിനായി കസ്റ്റഡി നീട്ടൽ നടപടികൾ സ്വീകരിക്കാം. ഇതിനായി കേസ് സംബന്ധിച്ച ഡയറിയുടെ ഒരു പകർപ്പ് അടുത്തുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൈമാറുകയും പ്രതിയെ മജിസ്ട്രേറ്റിന് കൈമാറുകയും വേണം. അത്തരം കേസിൻ്റെ അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിനാണ് പ്രതിയെ കൈമാറിയത് എങ്കിൽ പ്രതിയെ 15 ദിവസത്തേക്ക് ഉചിതമായ കസ്റ്റഡിയിൽ തടഞ്ഞു വയ്ക്കുവാൻ അധികാരം നൽകാം. മജിസ്ട്രേറ്റിന് കേസിൻ്റെ അധികാരപരിധി ഇല്ലെങ്കിൽ പ്രതിയെ അത്തരം അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് കൈമാറേണ്ടതാണ്. ആവശ്യമെങ്കിൽ കുറ്റാരോപണം ചെയ്യപ്പെട്ടയാളെ 15 ദിവസത്തിലധികം പോലീസ് കസ്റ്റഡിയിലല്ലാതെ തടഞ്ഞു വയ്ക്കുന്നതിന് മജിസ്ട്രേറ്റിന് അനുവദിക്കാം. 10 വർഷത്തിലധികം തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം 90 ദിവസത്തിൽ കഴിയരുത്. മറ്റേതെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെയ്യാൻ പാടില്ല? 60 ദിവസത്തിൽ കവിയാൻ പാടില്ല. പ്രസ്തുത 60 ദിവസമോ 90 ദിവസമോ കഴിഞ്ഞാൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കാം. താഴെ പറയുന്ന അവസരങ്ങളിൽ മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കലിൽ വയ്ക്കുവാൻ അധികാരമില്ല. എന്തൊക്കെയാണ്? പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാത്ത സന്ദർഭങ്ങളിൽ, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ. എന്നാൽ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് മാധ്യമത്തിലൂടെ പ്രതിയെ ഹാജരാക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള തടങ്കൽ നീട്ടിക്കൊടുക്കാവുന്നതാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ തടഞ്ഞുവയ്ക്കൽ ഒരു റിമാൻഡ് ഹോമിൻ്റെയോ അംഗീകൃത സാമൂഹ്യ സ്ഥാപനത്തിൻ്റെയോ സംരക്ഷണയിലാക്കുന്നതിന് അധികാരം നൽകേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻ ഏതാണ്? CRPC സെക്ഷൻ 167 ആണ്. 24 മണിക്കൂറിൽ കൂടുതൽ അന്വേഷണം പൂർത്തിയാക്കുവാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമം. പോലീസിനൊരു വ്യക്തിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുകയും കേസന്വേഷണം സെക്ഷൻ 57 പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 24 മണിക്കൂറിനകം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയും ആ വ്യക്തിക്കെതിരായുള്ള ആരോപണത്തിന് അടിസ്ഥാന തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുകയും ചെയ്താൽ തുടരന്വേഷണത്തിനായി കസ്റ്റഡി നീട്ടൽ നടപടികൾ സ്വീകരിക്കാം. ഇതിനായി കേസ് സംബന്ധിച്ച ഡയറിയുടെ ഒരു പകർപ്പ് അടുത്തുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൈമാറുകയും പ്രതിയെ മജിസ്ട്രേറ്റിന് കൈമാറുകയും വേണം. അത്തരം കേസിൻ്റെ അധികാരപരിധിയിലുള്ള മജിസ്ട്രേറ്റിനാണ് പ്രതിയെ കൈമാറിയതെങ്കിൽ പ്രതിയെ 15 ദിവസത്തേക്ക് ഉചിതമായ കസ്റ്റഡിയിൽ തടഞ്ഞു വയ്ക്കുവാൻ അധികാരം നൽകാം. മജിസ്ട്രേറ്റിന് കേസിൻ്റെ അധികാരപരിധിയില്ലെങ്കിൽ പ്രതിയെ അത്തരം അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് കൈമാറേണ്ടതാണ്. ആവശ്യമെങ്കിൽ കുറ്റാരോപണം ചെയ്യപ്പെട്ടയാളെ 15 ദിവസത്തിലധികം പോലീസ് കസ്റ്റഡിയിലല്ലാതെ തടഞ്ഞു വയ്ക്കുന്നതിന് മജിസ്ട്രേറ്റിന് അനുവദിക്കാം. 10 വർഷത്തിലധികം തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം 90 ദിവസത്തിൽ കവിയരുത്. മറ്റേതെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം 60 ദിവസത്തിൽ കവിയരുത്. പ്രസ്തുത 60 ദിവസമോ 90 ദിവസമോ കഴിഞ്ഞാൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കാം. താഴെ പറയുന്ന അവസരങ്ങൾ മജിസ്ട്രേറ്റ് പ്രതിയെ തടങ്കലിൽ വയ്ക്കുവാനുള്ള അധികാരമില്ല. ഏതൊക്കെ അവസരങ്ങളാണ്? പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാത്ത സന്ദർഭങ്ങൾ, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ. എന്നാൽ ഇലക്ട്രോണിക് വീഡിയോ ലിങ്കേജ് മാധ്യമത്തിലൂടെ പ്രതിയെ ഹാജരാക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള തടങ്കൽ നീട്ടിക്കൊടുക്കാവുന്നതാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ തടഞ്ഞുവയ്ക്കൽ ഒരു റിമാൻഡ് ഹോമിൻ്റെയോ അംഗീകൃത സാമൂഹ്യ സ്ഥാപനത്തിൻ്റെയോ സംരക്ഷണയിലാക്കുന്നതിന് അധികാരം നൽകേണ്ടതാണ്. അപ്പോൾ CRPC സെക്ഷൻ 167 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമം. CRPC സെക്ഷൻ 167 പറയുന്നത് എന്താണ്? 24 മണിക്കൂറിൽ കൂടുതൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമമാണ്. ഒന്നുകൂടി പറയാം. CRPC സെക്ഷൻ 167 എന്താണ്? 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമം.